എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇത് നമ്മുടെ ചവ്വരി കൊണ്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇത് വളരെ ഹെൽത്തിയാണ്. നമ്മുടെ ചൂട് കാലത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ ചവ്വരി. ഇവിടെയൊക്കെ ആൾക്കാർ കുട്ടികൾക്ക് ഇത് വെള്ളത്തിൽ വേവിച്ച് പഞ്ചസാര ഇട്ട് ചൂട് കാലത്ത് ദേഹം തണുപ്പിക്കാൻ വേണ്ടി കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ടൊരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കുകയാണ്. അമ്മുവാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചവ്വരി പായസത്തിനുള്ള ചേരുവകൾ നമുക്ക് നോക്കാവേ. ആദ്യമായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, രാവിലെ ഞാൻ ചവ്വരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇത് കണ്ടു, നല്ലപോലെ ബബിൾസായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചവ്വരി, അതാണ് നമ്മുടെ സാബുദാൽ. എന്നിട്ട് നമുക്ക് വേണ്ടത് 1/2 ലിറ്ററിൻ്റെ പാലാണ്, ആവശ്യത്തിന് പഞ്ചസാര. ഞാനിപ്പോൾ ഇത് അരയാണ് എടുത്തിട്ടത്, 1/2 ബൗൾ പഞ്ചസാര. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ആവാം. 3 ഏലക്ക. ഇനി നമുക്ക് ചവ്വരി വേവിച്ചെടുക്കാം. അഥവാ നമ്മൾ കുക്കറിലാണ് ചെയ്യണമെങ്കിൽ 1 വിസിൽ മതി. ഞാനിപ്പോൾ ഇത് സാധാരണ ഒരു പാത്രത്തിൽ ആണ് വേവിച്ചെടുക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതേ വെള്ളത്തിൽ തന്നെ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേറെ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ മുമ്പ് എടുത്ത് വെച്ച 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഏലക്ക ഒന്ന് ചതച്ചെടുക്കാം. ഇത് നമ്മൾ മുമ്പ് വേവിക്കാൻ വെച്ച ചവ്വരിയായിരുന്നു. ഇത് കണ്ടോ, ഇതിപ്പോൾ ചവ്വരിയുടെ വെള്ളമായിരുന്നു. ഇത് നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് നേരം കൂടെ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിലിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചോണ്ടാണ് ഇത് 5 മിനിറ്റിൽ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച പാലിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് എടുത്ത് വെച്ച ചവ്വരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ആവി പറക്കുന്നുണ്ട്, നല്ല രസമാണ് കാണാൻ. വീരിന് പെബിൾസ് പോലെ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാണ് മണ്ടയിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി കിടക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. എവിടുത്തെ ആൾക്കാർ പാൽ ഒഴിക്കത്തില്ല, വെള്ളം ഒഴിച്ചാണ് കൊടുക്കണേ പിള്ളേർക്കൊക്കെ. നല്ല തണുപ്പാണ്, റിഫ്രഷിങ് ഫീൽ വരും അത് കുടിക്കുമ്പോൾ. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഈ പായസം ഉണ്ടാക്കാൻ ഒട്ടും സമയം വേണ്ട, വെറും 5 മിനിറ്റിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു കിടക്കാച്ചി പായസമാണ്. ഇനി നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തായിരുന്നു. ഇടയ്ക്ക് ഞാൻ മധുരവും കൂടെ നോക്കിയായിരുന്നു, മധുരം കറക്റ്റായിരുന്നു. ഇനി നമ്മൾ മുമ്പ് പൊടിച്ച് വെച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. നമ്മുടെ കിടക്കാച്ചി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഉണക്കമുന്തിരി വറുത്തങ്ങോട്ട് മേലേക്ക് ഇടാവേ. അപ്പം ഞാൻ വറുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന നെയ്യിലേക്ക് ഇടുമ്പോഴേ വീർത്ത് വരുന്ന ഉണക്കമുന്തിരിങ്ങയാണ്. നെയ്ക്കകത്തിട്ട് നല്ലോണം വറുത്തെടുത്താൽ നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ആഹാ, നമ്മുടെ പായസം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു സെർവിങ് കപ്പിലേക്ക് മാറ്റിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് സെർവിങ് കപ്പിലേക്ക് മാറ്റാവേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പായസം റെഡി, സെർവിങ് കപ്പും റെഡി. ഇനി നമുക്കിത് നേരെ ഒഴിച്ചു കൊടുക്കാം. പൊളി.
നമ്മുടെ ചവ്വരിയാണ് കണ്ടോ, അടിപൊളി. നല്ല രസമാണ് കാണാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് ടെസ്റ്റിംഗ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇവിടുത്തെ ആൾക്കാർ മെയ് മാസം ആകുമ്പോഴത്തേക്കിനും ചവ്വരി വെള്ളത്തിട്ട് നല്ലപോലെ കൊതുക്കും. എന്നിട്ട് അത് വേവിച്ചെടുക്കും. ഇപ്പം നമ്മൾ വേവിച്ചില്ലായിരുന്നു ഫസ്റ്റ് പ്രോസസ്സ്. അതുപോലെ തന്നെ വേവിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ് എടുക്കും. അതിലേക്ക് ഈ ചവ്വരി ഇട്ട് കൊടുക്കും. എന്നിട്ട് പഞ്ചസാര, മധുരത്തിന് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് 2-3 ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചങ്ങ് തണുപ്പിക്കും. എന്നിട്ട് അത് എടുത്തിട്ട് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ പിള്ളേർ വാവ് യമ്മി എന്ന് പറഞ്ഞ് കഴിക്കും. അപ്പോൾ ആ റെസിപ്പി ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തത്. ഇനി നമുക്ക് ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ടാണ് അടിപൊളി. അടിപൊളി ടേസ്റ്റ്. കറക്റ്റ് ഷുഗർ, ഏലക്കപ്പൊടിന് നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ഐക്കണും കൂടെ നോക്കി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ.